മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്ത മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൻ പൂവിനെത്ത അതിനമ്പാടി ചന്തം അതിനഞ്ജനവർണം രാമു രാമു നീ എവിടെയാ? ഓ, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഇതാ ഈ മധുരം കഴിക്ക്. ഇപ്രാവശ്യം ആൺകുട്ടി തന്നെയായിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഇതാ അമ്മേ, അമ്മയുടെ വീട്ടിൽ ഒരു മഹാറാണി വന്നിരിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും വരാനിരിക്കുന്നു. ഇതാ ഈ മഹാറാണിയെ സ്വീകരിച്ചാലും. ഓ നാശം, ഇപ്രാവശ്യം പെൺകുഞ്ഞാണോ? വാവേ, ഞാൻ വാവിയുടെ അമ്മയാ. എന്ത് സുന്ദരിയാണ് എന്റെ കുഞ്ഞ്, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും.
ഒരു മഹാറാണി വന്നിരിക്കുന്നത് പോലും. ഐശ്വര്യമല്ല, നാശമായിരിക്കും ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത് ഈ നശിച്ച കൊച്ചു കാരണം. പെൺകുഞ്ഞാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പോഴേ കൊന്നു കളഞ്ഞേനെ. അയ്യോ, അങ്ങനെ പറയല്ലേ അമ്മേ. ഈ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ഒന്നും അറിയാത്ത ഈ മാലാഹ കുഞ്ഞ്. അമ്മ ഈ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. അമ്മയുടെ എല്ലാ ദേഷ്യവും സങ്കടവും മാറും. ഈ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തത്? ഒന്ന് ക്ഷമിച്ചൂടെ അമ്മേ? അമ്മേ, എന്തു നല്ല അമ്മയാ എനിക്ക് കിട്ടിയേ. നല്ല സുന്ദരിയായ ഒരമ്മ. എന്തിനാ അമ്മ എല്ലാവരും എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ഞാൻ ഇപ്പൊ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഇവിടെ നിന്നോളാം. ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തോളാം. മുറ്റമടിച്ചു വരാം, പാത്രം കഴുകി വെച്ചോളാം. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും ചെയ്ത് ഞാൻ അമ്മേനെ സഹായിക്കാം. എനിക്ക് ഇച്ചിരി കഞ്ഞി മാത്രം തന്നാൽ മതി അമ്മേ. എന്നെ കൊന്നു കളയല്ലേ അമ്മേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാം ശരിയാവും കേട്ടോ. രാമു, രാമു, ഇവിടെ ആരുമില്ലേ? ഇതാരാ? ദാമു, നീ എപ്പ എത്തി വിദേശത്ത് നിന്നും? ഞാൻ 2 മാസം മുന്നേ എത്തി. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. എന്റെ ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. എത്ര സന്തോഷമായിരുന്നോ ഞങ്ങൾക്ക്. പെൺകുഞ്ഞായിട്ടും നിനക്കിത്ര സന്തോഷമോ? അതിശയം തന്നെ. അതെന്താ രാമു അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. പെൺകുഞ്ഞായാൽ എന്തൊക്കെ കഷ്ടതകളാണ്. അശ്രീകരം. അമ്മ സമ്മതിക്കുകയേയില്ല. പെൺകുഞ്ഞായാൽ എന്താണ് കുഴപ്പം? ഇന്ന് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. മുൻ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ അഭിമാനമായ കൽപ്പന ചൗള, പ്രതിഭ പാട്ടീൽ, അങ്ങനെ എത്രയോ പേർ. എന്തിനേറെ പറയുന്നു, നിന്റെ അമ്മയും ഒരു സ്ത്രീയല്ലേ? സ്ത്രീകളില്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നോ? എപ്പോഴും പണ്ടുള്ളവർ പറയുന്നത് പോലെ ആകല്ലേ രാമു. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ പറഞ്ഞതാ ശരി. സ്ത്രീകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാകുകയില്ലായിരുന്നല്ലോ. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്താ നിന്റെ തീരുമാനം? ഈ അശ്രീകരത്തിനെ വളർത്താൻ തന്നെയാണോ? അമ്മ എന്താണ് ഈ പറയുന്നത്? പെൺകുഞ്ഞുണ്ടായതിന്റെ പേരിൽ അവളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ശരിയാണോ? അമ്മയും ഒരു സ്ത്രീയല്ലേ? നമ്മുടെ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എത്രയോ സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമു, മിസൈൽ വുമൺ ടെസി തോമസ്, ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി, ഇവരൊക്കെയും ലോകം ബഹുമാനിക്കുന്ന സ്ത്രീകളല്ലേ? അമ്മ ജനിച്ചപ്പോൾ പെണ്ണായി പിറന്നതുകൊണ്ട് അമ്മയെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നു അമ്മേ. നമ്മുടെ ചിന്തകൾ തെറ്റാണമ്മേ. മതി മോനെ, എനിക്കെല്ലാം മനസ്സിലായി. നീ എന്നോട് ക്ഷമിക്കില്ലേ? ഞാൻ നിന്നോടും നമ്മുടെ കുഞ്ഞിനോടും ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നോട് ക്ഷമിക്കുക. അയ്യോ, എന്താ ഇത്? നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. എനിക്കത് മതി.
സന്തോഷമായി രാമു. ഇങ്ങനെയുള്ള ഒരു സന്തുഷ്ട കുടുംബമാണ് ഞാൻ ആഗ്രഹിച്ചത്. സ്ത്രീകൾ ഇവിടെ ബഹുമാനിക്കപ്പെടുന്നുവോ ആ കുടുംബം രക്ഷപ്പെടും. കുടുംബങ്ങൾ രക്ഷപ്പെട്ടാൽ സമൂഹം നന്നാകും. ഇതിലൂടെ നല്ലൊരു സംസ്കാരം നമുക്ക് കെട്ടിപ്പടുക്കാനാകും. ദാമു, നീ എന്റെ കണ്ണ് തുറപ്പിച്ചു. നീയാണടാ യഥാർത്ഥ സുഹൃത്ത്. ഇനി നമ്മളെല്ലാവരും ചേർന്ന് ഈ പൊന്നുമോളെ വളർത്തും. എന്റെ ലീവ് തീർന്നു. ഞാൻ തിരികെ വിദേശത്തേക്ക് പോവുകയാണ്. എന്റെ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നില്ല. കണ്ണുകൾക്ക് പൊൻകണി, കാതുകൾക്ക് തേൻമൊഴി, വെണ്ണിലാവ് നൽകിയതാണീ സമ്മാനം. ഓ ചന്ദ്രലേഖ പൂത്തുലഞ്ഞൊരു പൊൻവീട്, ഓണവില്ലിൻ തമ്പുരു നീക്കും വീടാണീ വീട്, എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരിൽ ഇവിടെ മതിലിൽ ഇവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരു നീക്കും വീടാണീ വീട്, എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്.